മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ. താഴ്വര, വര എന്നാൽ മല എന്നാണ് അർത്ഥം. താഴ്വര മലയടിവാരമാണ്. എന്നാൽ താഴ്വര എന്ന പ്രയോഗത്തിന് ഭൂമിശാസ്ത്രപരമായ അർത്ഥസൂചന മാത്രമല്ല ഭാഷയിലുള്ളത്. സാഹിത്യത്തിൽ താഴ്വര പലപ്പോഴും പ്രതീകാത്മകമായാണ് പരാമർശിക്കപ്പെടാറുള്ളത്. താഴ്വര എളിമയുടെ പ്രതീകമാണ്. കുന്നുകളെ താഴ്ത്തുമെന്നും താഴ്വരയെ ഉയർത്തുമെന്നും ബൈബിളിലെ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രതീകാത്മകമായാണ്. താഴ്വര വിഷാദസൂചകമായും സാഹിത്യത്തിൽ കടന്നുവരാറുണ്ട്. കണ്ണീരിൻ്റെ താഴ്വര എന്ന പ്രയോഗം ഉദാഹരണമാണ്. മരണനിഴലിൻ്റെ താഴ്വര എന്ന സങ്കീർത്തന ഭാഗവും പ്രസിദ്ധമാണ്. ദ ഗ്രേറ്റ് ഗാറ്റ്സി എന്ന അമേരിക്കൻ നോവലിൽ പരാമർശിച്ചിട്ടുള്ള ചാരത്തിൻ്റെ താഴ്വര പ്രതീകാത്മകത്വമുള്ള സ്ഥലപ്രതീകമാണ്. ഗോതമ്പ് ചെടി പോലെ ചാരം വളരുന്ന പാടങ്ങളും ചാരം കൊണ്ട് നിർമ്മിതമായ വീടുകളും അന്തരീക്ഷത്തിലെ പൊടിയും എല്ലാം ചേർന്ന് ഭീകരാന്തരീക്ഷമുണ്ടാക്കുന്ന താഴ്വരയാണത്. പൂക്കളുടെ താഴ്വര കാൽപ്പനിക രചനകളിൽ ആവർത്തിക്കുന്ന കാവ്യബിംബമാണ്. സാഹിത്യത്തിൽ മാത്രമല്ല, സിനിമയിലും ചിത്രകലയിലുമെല്ലാം താഴ്വര ആവർത്തിക്കുന്ന പ്രമേയമാണ്. മാനവ സംസ്കൃതിയെപ്പറ്റിയുള്ള ചരിത്രാഖ്യാനങ്ങളിൽ താഴ്വര സാർവത്രികമായി കടന്നുവരാറുണ്ട്. അതുകൊണ്ട് തന്നെയാവണം ജീവിതഗന്ധിയായ കാവ്യാത്മക പരാമർശങ്ങളിൽ താഴ്വര ആവർത്തിക്കുന്നത്. ഭൂമിശാസ്ത്രപരമായി താഴ്വരകൾക്ക് വ്യത്യസ്തമായ ഘടനകളാണുള്ളത്. എല്ലാ താഴ്വരകളും നയനാകർഷകമല്ല. ജലപാതങ്ങളും പച്ചപ്പുമുള്ള താഴ്വരകൾ സൃഷ്ടിക്കുന്ന കാൽപ്പനികാനുഭവങ്ങളല്ല കീഴ്ക്കാംതൂക്കായ ഗർത്തങ്ങളുള്ള താഴ്വരകൾ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ താഴ്വരയുടെ ഭാഷാപരമായ പ്രതിനിധാനങ്ങളിലും വൈവിധ്യം കാണാം. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.